യെസ്. അപ്പം ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. 10ാം ക്ലാസ് പാർട്ട് 2-ലെ 6ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ ഒരിക്കലും ഞാൻ എടുത്താം. വീണ്ടും എന്തുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം എല്ലാ ഫാക്റ്റും നമുക്ക് കിട്ടും. അതായത് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമയം മുതലുള്ള കാര്യങ്ങളാണ്. അതായത് ചമ്പാരൻ സത്യാഗ്രഹം മുതൽ ഏകദേശം നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരം വരെയുള്ള എല്ലാ ഫാക്റ്റുകളും എന്ത് ചെയ്യും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കിട്ടുന്നതാണ്. മനസ്സിലായോ? അപ്പൊ കൃത്യമായിട്ട് 10th പ്രിലിംസിന് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായോ? അത്യാവശ്യം നമുക്ക് എന്ത് കിട്ടുന്നതാണ്, ഈ പറഞ്ഞ ഹിസ്റ്ററി ടോപ്പിക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിന്റെ തുടക്ക സമയം ഒരു PDF ഞാൻ ഇട്ട് തരാമേ. ഇപ്പൊ വിട്ടു തരണോ അതോ ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയോ? ചാപ്റ്റർ ഞാൻ ഇട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് തരാം. നിങ്ങൾ കേട്ടോ, കുഴപ്പമില്ല, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഈ ചാപ്റ്റർ തുടക്കത്തിൽ കുറച്ച് ഗാന്ധിജിയുടെ ഒരു വിചാരണയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ അതിനുശേഷം അതിനകത്തൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം, ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി, അങ്ങനെ ഒരു ബോക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ് ദക്ഷിണാഫ്രിക്കയാണ്, അല്ലെ? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? അതങ്ങ് പഠിച്ചോണം, ദക്ഷിണാഫ്രിക്കയാണ്, അല്ലെ? ഇനി ഗാന്ധിജി എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? ആ വർഷം ഒന്ന് പഠിച്ചോണേ. 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് എന്ന് ക്ലിയർ ആയി പറയുന്നുണ്ട്. അപ്പം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സ്ഥലം ദക്ഷിണാഫ്രിക്കയാണ്. എന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തി എന്ന് കൂടി പറയുന്നുണ്ട് 1893. ഇനി ശ്രദ്ധിച്ചേ, എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? അല്ലെ, ഒരു വ്യക്തിക്ക് നിയമസഹായം നൽകുന്നതിന് വേണ്ടിയാ ഗാന്ധിജി അവിടെ എത്തിയത്. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ കേൾക്കണേ. ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് അറിയാം, ദാദാ അബ്ദുള്ള ജാവേരി. ദാദാ അബ്ദുള്ള ജാവേരി, ക്ലിയർ ആയി പഠിക്കുക. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കച്ചവടക്കാരന് നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി എവിടെ എത്തിയത്? ഈ പറഞ്ഞ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. സിമ്പിൾ ആയിട്ടുള്ള 3 പോയിന്റ് നമ്മൾ ക്ലിയർ ചെയ്തു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? ദക്ഷിണാഫ്രിക്കയാണ്. 1893 ഗാന്ധിജി എവിടെ എത്തുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. എന്തിനു വേണ്ടി എത്തുന്നു എന്ന് ക്ലിയർ ആയി പഠിക്കണം. ദാദാ അബ്ദുള്ള ജാവേരി, പുതിയ ആളുകൾ ആ പേര് പഠിച്ചോണേ. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ആര് അവിടെ എത്തുന്നത്? ഗാന്ധിജി അവിടെ എത്തുന്നത്. ക്ലിയർ ആണോ? ഇനി ഗാന്ധിജി അവിടെ എത്തിയ സമയത്ത് ഇന്ത്യയിൽ എന്ന പോലെ ദക്ഷിണാഫ്രിക്കയിലും ആരുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. മനസ്സിലായ? ആ ബ്രിട്ടീഷുകാരിൽ നിന്ന് അവിടെയുള്ള ആളുകൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളിൽ ആരിടപെടുകയാണ്? ഗാന്ധിജി ഇടപെടുകയാണ്. അതിനെതിരെ ഗാന്ധിജി അവിടെ എന്ത് നടത്തുന്നു? സമരം ആരംഭിക്കുകയാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായി? ഓക്കെ, ഇനി എന്നാണ് ഗാന്ധിജി തിരികെ ഇന്ത്യയിൽ എത്തിയത്? 1915 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്ലിയർ ആയി പഠിക്കണം, 1915 ജനുവരി മാസം 9-ാം തീയതി. ഒന്നുകൂടെ പഠിക്കുക. 1915 ജനുവരി മാസം 9-ാം തീയതിയാണ് ഗാന്ധിജി തിരികെ എവിടെ എത്തുന്നത്? ഇന്ത്യയിൽ എത്തുന്നത്. ജനുവരി 9 എന്തിനാ നമ്മൾ ഉറപ്പിച്ചത്? ജനുവരി 9ന്റെ പ്രത്യേകത എന്താ? പ്രവാസി ഭാരതീയ ദിനമാണ്. പ്രവാസി ഭാരതീയ ദിനം. സെറ്റാണോടെ? ആ ഒരു ബോക്സ് ക്ലിയർ ആയി. ഗാന്ധിജിയുടെ പരീക്ഷണശാല ദക്ഷിണാഫ്രിക്കയാണ്. ആ വർഷം ഒന്ന് പഠിച്ചോടെ. 1893 ഗാന്ധിജി എവിടെ എത്തുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. എന്തിനു വേണ്ടി? ഗുജറാത്തി കച്ചവടക്കാരനായ ദാദാ അബ്ദുള്ള ജാവേരിയുടെ നിയമ സഹായകനായിട്ട് അദ്ദേഹം അവിടെ എത്തുന്നു. ഇന്ത്യയിൽ എന്ന പോലെ വെള്ളക്കാരുടെ, ബ്രിട്ടീഷുകാരുടെ അടിമത്വം അല്ലെങ്കിൽ അവരുടെ എന്തോന്നാണ് ഈ പറഞ്ഞ അവരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നു. അതിൽ ഗാന്ധിജിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഗാന്ധിജി അവിടെ സമരം ആരംഭിക്കുന്നു, അല്ലെ? അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അതിനുശേഷം ഗാന്ധിജി 1915 ജനുവരി മാസം 9-ാം തീയതി എവിടേക്ക് വരുന്നു? ഇന്ത്യയിലേക്ക് വരുന്നു. 1915 ജനുവരി 9 എന്തോന്നാണ്? ദേശീയ പ്രവാസി ദിനം അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിനം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണത്? ജനുവരി 9 ആണ്. ഇത്രയും കാര്യം ഓക്കെയാണ്. ഇനി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ
തിരികെ എത്തിയ ശേഷം ആദ്യമായി പങ്കെടുത്ത സമരം ഏതാണ്? അത് നിങ്ങൾക്കറിയാം. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ക്ലിയറായി പഠിച്ചോണേ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരികെ എത്തിയ ഗാന്ധിജി ഇവിടെ നടത്തിയ ആദ്യ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. നിങ്ങൾക്ക് ഒരു ചോദ്യം തരട്ടെ. ഗാന്ധിജി തിരികെ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ആദ്യമായി പങ്കെടുത്തൊരു ചടങ്ങുണ്ട്. ഏതാണെന്നറിയാവോ? ആർക്കെങ്കിലും പറയാവോ? ഗാന്ധിജി ഇന്ത്യയിൽ തിരികെ എത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി ആർക്കെങ്കിലും അറിയാവോ? ഈ ചാപ്റ്ററിനകത്ത് ഇല്ല, ഞാൻ ഓർത്ത പറഞ്ഞ് ചോദിച്ചാ. ആർക്കെങ്കിലും പറയാവോ? ആർക്കെങ്കിലും ടൈപ്പ് ചെയ്ത് വിട്ടെ. ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങ്. ജസ്റ്റ് ഓർത്തു വെച്ചാൽ. ഈ ചാപ്റ്ററിനകത്തില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പങ്കെടുത്ത ആദ്യ സമരം ഏതെന്ന് ചോദിച്ചാൽ ചമ്പാരണം. അവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. എന്തെന്നാണ്? അതായത് ഗാന്ധിജി ഇന്ത്യയിലെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തു വെച്ചേക്കണേ, ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങ്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിനകത്തിലേക്ക് തിരിച്ചു വരാം. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ്? ചമ്പാരൻ സത്യാഗ്രഹം 1917. 1917 എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. ആ വർഷം പഠിച്ച് 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നു. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം പറഞ്ഞേ, ബീഹാർ അല്ലെ? ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ജില്ലയിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. എന്തിനു വേണ്ടി? നീലം കർഷകർ യൂറോപ്യന്മാരിൽ നിന്ന് നേരിട്ട പ്രശ്നങ്ങൾക്കെതിരെയാണ് ഇത് നടക്കുന്നത്. ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിട്ട പീഡനങ്ങൾക്കെതിരെ നടന്ന ഒരു പ്രാദേശിക സമരമാണ് ഏതെന്ന് പറയുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനത്തെ പോയിന്റുകൾ പഠിച്ചിട്ടില്ലേ? തിങ്കതിയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിങ്കതിയ സമ്പ്രദായം ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പോയിന്റ് ക്ലിയർ ആയി പഠിച്ചോ. തിങ്കതിയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് തിങ്കതിയ സമ്പ്രദായം? അതായത് കൃഷി ഇടങ്ങളിൽ 3 ഭാഗത്ത് നിർബന്ധമായും നീലം കൃഷി ചെയ്യണം എന്ന ബ്രിട്ടീഷുകാരുടെ വ്യവസ്ഥയാണ് എന്ത്? തിങ്കതിയ സമ്പ്രദായം. ഒരിക്കൽ കൂടി കേട്ടോ. തിങ്കതിയ സമ്പ്രദായം ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് തിങ്കതിയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ, ആകെ കൃഷിഭൂമിയുടെ 3 ഭാഗത്ത് നിർബന്ധമായും കർഷകർ നീലം കൃഷി ചെയ്യണം എന്ന വ്യവസ്ഥയാണ് എന്ത്? തിങ്കതിയ സമ്പ്രദായം എന്ന് പറയുന്നത്. മനസ്സിലായ? ഈ നീലം കർഷകരുടെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി ഇടപെടുകയും ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഗാന്ധിജിയുടെ ഇടപെടൽ അവിടെ വിജയം കണ്ടു എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും പോയിന്റ് ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവുമില്ലല്ലോ. ഓക്കെ അല്ലേ? സിമ്പിൾ പോയിന്റുകളല്ലേ പറഞ്ഞത്. 1917 ബീഹാർ, ചമ്പാരൻ ജില്ല. പിന്നെ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരാം. രാജ്കുമാർ ശുക്ല ആരായിരുന്നു? രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവായിരുന്നു. കൂടാതെ ഗാന്ധിജിയെ ഈ ചമ്പാരനിലേക്ക് ക്ഷണിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാലും അത് ആരാണെന്ന് നിങ്ങൾക്ക് പറയാം, രാജ്കുമാർ ശുക്ലയാണ് എന്ന് പറയാം. ക്ലിയർ ആയിട്ട് മനസ്സിലായി? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ഒരു സമരത്തിലേക്ക് പോകുന്നു. അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം ഏത് സംസ്ഥാനമാണ്? ഉത്തരം സിമ്പിളാ. അഹമ്മദാബാദ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഏത് സംസ്ഥാനമാ? ഗുജറാത്ത് അല്ലെ? ഗുജറാത്തിലാണ് എന്ത്? അഹമ്മദാബാദ് മിൽ സമരം നടന്നത്. ഇനി അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് അഹമ്മദാബാദ് മിൽ സമരത്തിന് കാരണമായത് പ്ലേഗ് ബോണസ് ആണ്. അതായത് അവിടെ പ്ലേഗ് പിടിപെട്ട സമയത്ത് ജോലിക്കാര് എന്ത് ചെയ്യുന്നില്ല? ഈ മില്ലിലേക്ക് വരുന്നില്ല. മില്ലിലേക്ക് വരാതിരുന്ന സമയത്ത് അവരെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്ത് നൽകിയിരുന്നു? ഒരു ബോണസ് നൽകിയിരുന്നു. പിന്നീട് അത് റദ്ദ് ചെയ്തു. അതിനെ തുടർന്നാണ് അഹമ്മദാബാദ് മിൽ സമരം നടന്നത്. അപ്പം അഹമ്മദാബാദ് മിൽ സമരത്തിന് കാരണം ശമ്പള വർധനവായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കണം. ക്ലിയർ ആണോ? ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏത്? ആദ്യ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചമ്പാരൻ പറയാവുന്നതാണ്. എന്നാൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം ഏത്? അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. അത് ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്.
അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം നമ്മൾ പറഞ്ഞില്ലല്ലോ. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. ചമ്പാരൻ 1917. അഹമ്മദാബാദ് മിൽ സമരം 1918. പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് എന്തിലേക്ക് എത്തുന്നത്? ഈ പറഞ്ഞ അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് എത്തുന്നത്. ഗുജറാത്തിൽ നടക്കുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തിയ നിരാഹാര സമരം ഏത്? അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഓക്കെയാണോ? ഇത്രയും കാര്യം ഓക്കെയാണോ? യെസ്. ഇനി നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സമയത്ത് ആ ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത് ആര്? അതാരായിരുന്നു? രാജ്കുമാർ ശുക്ല. അതുപോലെ അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്ന സമയത്ത് അവിടെ ഗാന്ധിജിയെ ക്ഷണിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അനസൂയ സാരാഭായി എന്ന് പഠിക്കണം. ആരാണ്? അനസൂയ സാരാഭായി. ആ രണ്ടുപേരെ കണക്ട് ചെയ്ത് രാജ്കുമാർ ശുക്ല ചമ്പാരനിലേക്ക് ഗാന്ധിജിയുടെ ശ്രദ്ധ ക്ഷണിച്ചു എങ്കിൽ അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത് അനസൂയ സാരാഭായി ആണ് എന്ന് പഠിക്കണം. ഓക്കെയാണ്. അപ്പൊ ചമ്പാരനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് നമ്മൾ കണ്ടു. അഹമ്മദാബാദ് മിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് നമ്മൾ കണ്ടു. കേദ കർഷക സമരം. നോക്ക്, ഇങ്ങനെയുള്ള എല്ലാ സമരങ്ങളും ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉണ്ട്. ഈ ചാപ്റ്റർ നിങ്ങൾ ഒന്നിലധികം തവണ എന്ത് ചെയ്യണം? വായിച്ച് പഠിച്ചോണം. അല്ലെങ്കിൽ ഈ ക്ലാസ് ഇങ്ങനെ റിപ്പീറ്റ് കേട്ടോണം. റെക്കോർഡറാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് പ്രീവിയസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കാരണം ഒന്ന് SRT ഫാക്റ്റ് ആണ്, പിന്നെ ഇതിനകത്ത് അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ആണ് നമ്മൾ പോകുന്നത് കേദ സത്യാഗ്രഹം. ഇവിടെ കേദ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം എവിടെയാ? ഗുജറാത്ത് അല്ലേ? കേദ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏതാ? ഗുജറാത്ത്. ദെൻ കേദ സത്യാഗ്രഹം നടന്ന വർഷം 1918. കേദ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ നികുതിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരമാണ് കേദ സത്യാഗ്രഹം. അപ്പൊ കാരണം നികുതി. എന്താ കാരണം? നികുതി. എങ്ങനെയാണെന്ന് പഠിക്കുക. അതായത് ഗുജറാത്തിലെ കേദ എന്ന് പറയുന്ന പ്രദേശം, അവിടെ പ്രകൃതി ക്ഷോഭത്തിലൂടെ കർഷകരുടെ എല്ലാ കൃഷിവിളകളും നശിക്കുന്നു. ഇങ്ങനെ കൃഷിവിളകൾ നശിച്ചെങ്കിലും ആ കർഷകർ നികുതി അടയ്ക്കണം എന്ന ബ്രിട്ടീഷുകാരുടെ പിടിവാശിയാണ് എവിടേക്ക് കൊണ്ടെത്തിച്ചത്? കേദ സത്യാഗ്രഹത്തിലേക്ക് എത്തിച്ചത്. ക്ലിയർ ആണോ? അപ്പൊ 1918 ഗുജറാത്തിലാണ് കേദ സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജി കേദ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. ഇനി കേദ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പഠിച്ചു വെച്ചോണം. ക്ലിയർ ആയിട്ട് മനസ്സിലായി? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി കേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് ഗുജറാത്ത് സഭ. ഏതാണ്? ഗുജറാത്ത് സഭ. കേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് സഭയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഈ ചാപ്റ്ററിനകത്തുള്ള പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ് നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്നതിനുണ്ട്. എല്ലാ ഏരിയയിലൂടെയും നമ്മൾ പോകുന്നില്ല. മനസ്സിലായോ? കേദ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ രാജേന്ദ്ര പ്രസാദ്, CR ദാസ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഈ SCRT ടെക്സ്റ്റിനകത്ത് എന്തൊക്കെയുണ്ടോ അത് മാത്രമാണ് നമ്മൾ എടുത്തു പോകുന്നത്. മനസ്സിലായി? ഫുൾ എടുക്കുന്നില്ല, അത് മാത്രം പറഞ്ഞു പോകുന്നത്. കാരണം അത്രയും ടോപ്പിക്ക് ഇതിനകത്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എക്സാമിന് മുമ്പിട്ട് ഈ ഒരു ടോപ്പിക്ക് തീർക്കുകയും വേണം. ഓക്കെ. അപ്പൊ അവിടെ 3 സമരങ്ങൾ ക്ലിയർ ആയി. ഇനി അടുത്തൊരു ഹെഡിങ് കൊണ്ട് ഒന്നാം ലോക മഹായുദ്ധവും ഇന്ത്യയും എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആ ചാപ്റ്ററിനകത്ത് കിടക്കുന്നു. അതായത് ഈ ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഇതിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ ആ ബ്രിട്ടീഷുകാർക്കുണ്ടായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടത് ആരുടെയും കൂടെ ആവശ്യമായി മാറി. ഇന്ത്യയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർ അതിനെ സഹായിച്ചു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ബ്രിട്ടീഷുകാർക്ക് ഇപ്പം കൂടുതൽ പണം എന്ത് ചെയ്യുന്നു? ഈ യുദ്ധത്തിൽ ചെലവാകും. ആ സമയത്ത് അവർ പണം കണ്ടെത്താനുള്ള ഒരു സോഴ്സ് ആയിട്ട് ഈ നികുതിയെ കാണും. അതായത് ഇന്ത്യയിൽ അവർ നടത്തുന്ന നികുതി പിരിവിന്റെ അളവ് കൂടും എന്നർത്ഥം. ഇങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം ആരെ ബാധിച്ചത്? ഇന്ത്യയെ ബാധിച്ചത്. 1914 to 18 ജസ്റ്റ് പറഞ്ഞുള്ള ചാപ്റ്ററാണെന്നില്ല. നമ്മൾ പറഞ്ഞു 14 to 18 ആണ് എന്ത് നടന്നത്? ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ പണം ആവശ്യമായി വന്ന സമയത്ത് അവരെന്ത് ചുമത്തി? അധിക നികുതികൾ ഇന്ത്യക്കാരുടെ മേൽ ചുമത്തി. ഓക്കെ ആണല്ലോ. ദെൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൂടുതലായി നൽകേണ്ടി വന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യധാന്യങ്ങൾ നേരെ എവിടെ കൊണ്ടുപോകുന്നു? ഈ പട്ടാളക്കാർക്ക് കയറ്റി അയക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യ
ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്ത്യയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഒന്ന്, അധികമായി നികുതി അടയ്ക്കേണ്ടി വന്നു ഇന്ത്യക്കാർ. രണ്ട്, ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണക്ഷാമം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എങ്ങനെ? ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ ആർക്ക് വേണ്ടി? യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർക്ക് വേണ്ടി നൽകിയത് മൂലം. അതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ വിളനാശവും പകർച്ച വ്യാധികളും ഉണ്ടായി. അത് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യൻ കർഷകരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഓർത്തു വെക്കേണ്ടത്. ഇത്രയും ഓക്കെയാണോ? കുഴപ്പമില്ല. അപ്പൊ ഒന്നാം ലോകമഹായുദ്ധം ഇന്ത്യയെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാർ അധികമായി നികുതി നൽകേണ്ടി വന്നു. അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു. കാരണം ഭക്ഷണങ്ങൾ എന്ത് ചെയ്തു? സൈനികരുടെ ആവശ്യത്തിനായിട്ട് കയറ്റുമതി ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. വിളനാശം, പകർച്ചവ്യാധിയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. അതും എന്ത് ചെയ്തു? ഇന്ത്യക്കാരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയുണ്ടായി. ദെൻ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. അടുത്ത ഹെഡിങ് റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറിയിലാണ് കിടക്കുന്നത്. റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം നിങ്ങൾ പറഞ്ഞോണം, അറിയാവുന്നവര് ഒന്ന് പറഞ്ഞോണം. ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു പക്ക റിവിഷനാണ് വേണ്ടത്. അപ്പോഴ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഉത്തരങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിക്കോണം, കിട്ടുന്നുണ്ടോ, ഏതൊക്കെയാണ് കിട്ടാത്തത് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഓക്കെയാണ്? റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം 1919. 1919. ക്ലിയർ ആയിട്ട് ആ വർഷം കിട്ടിയോ? റൗലറ്റ് ആക്ട്. കാരണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് 18 ആണോ 19 എന്ന് കൺഫ്യൂഷൻ വരും. നടപ്പിലാക്കിയ വർഷം 1919. 1919 സെറ്റാണ്. റൗലറ്റ് ആക്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഒന്ന്, വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം എന്ന വ്യവസ്ഥ ഏതിലുണ്ട്? റൗലറ്റ് നിയമത്തിലുണ്ട്. ദെൻ വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാം. അപ്പൊ റൗലറ്റ് ആക്ടിന്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ: ഒന്ന്, വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. ദെൻ വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു അവസ്ഥ ഇന്ത്യക്കാർ എന്ത് ചെയ്യത്തില്ല? ഇന്ത്യക്കാർ സഹിക്കത്തില്ല. അവർ ഇതിനെതിരെ പെരുമാറും, അല്ലെ? അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കും. ഓക്കെ, അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്തു? ഈ റൗലറ്റ് നിയമത്തിനെതിരെ ഒരു ദേശീയ ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ്. ദേശീയ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ആ ഡേറ്റ് എന്ന് പഠിക്കുക, 1919 ഏപ്രിൽ മാസം 6-ാം തീയതി. ചോദ്യം ഇങ്ങനെ: റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്ന് ചോദിച്ചാൽ ആ ഡേറ്റ് ക്ലിയർ ആയി പഠിക്കുക. 1919 ഏപ്രിൽ മാസം 6-ാം തീയതി. 1919 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഗാന്ധിജി റൗലറ്റ് നിയമത്തിനെതിരെ ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു ഗുജറാത്ത് സഭ. എന്താണ് ഗുജറാത്ത് സഭയുടെ പ്രത്യേകത? കേദ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയായിരുന്നു എന്ന് പറയുന്നത് ഗുജറാത്ത് സഭ. അത് സെറ്റാണ്. ഗുജറാത്ത് സഭ ഓക്കെയാണ്. ദെൻ അതുപോലെ സമാനമായ മറ്റൊരു സംഘടന നിങ്ങൾ കേൾക്കണം. സംഘടനയുടെ പേര് സത്യാഗ്രഹ സഭ. നേരത്തെ ഗുജറാത്ത് സഭയെ നിങ്ങൾ കേദ സത്യാഗ്രഹവുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചോണം. ഇവിടെ പഠിക്കുക സത്യാഗ്രഹ സഭ. സത്യാഗ്രഹ സഭ എന്ത്, അല്ലെങ്കിൽ അതിന്റെ റോൾ എന്തെന്ന് ചോദിച്ചാൽ, റൗലറ്റ് നിയമത്തിനെതിരായുള്ള ഹർത്താലിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് സത്യാഗ്രഹ സഭ എന്ന് പറയും. റൗലറ്റ് നിയമത്തിനെതിരായി പ്രവർത്തനങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ അതിനെതിരായുള്ള ഹർത്താലിന് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ പേരാണ് സത്യാഗ്രഹ സഭ. സത്യാഗ്രഹ സഭ. ഓക്കെ, ഇനി റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താലിന് വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും. ഈ ജനപങ്കാളിത്തത്തെ ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചു: വിസ്മയാവഹമായ കാഴ്ച. വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് റൗലറ്റ് നിയമത്തിനെതിരെ ഉള്ള ഹർത്താലിൽ പങ്കെടുത്ത ജനങ്ങളുടെ അല്ലെങ്കിൽ ജനപങ്കാളിത്തം. ആ ജനപങ്കാളിത്തയാണ് ഗാന്ധിജി എന്ന് വിശേഷിപ്പിച്ചത് വിസ്മയാവഹമായ കാഴ്ച എന്ന് വിശേഷിപ്പിച്ചത്. ക്ലിയറാണ്? അപ്പം റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താലിന് വേണ്ടി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് സത്യാഗ്രഹ സഭ. കേദാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടനയുടെ പേരാണ് ഗുജറാത്ത് സഭ. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താലിൽ ജനപങ്കാളിത്തം വൻതോതിൽ ഉണ്ടാകുന്നു. ഇതിനെ ഗാന്ധിജി വിസ്മയാവഹമായ കാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ലിയർ ആണോ? ഇനി റൗലറ്റ് നിയമത്തിനെതിരെ പ്രവർത്തിച്ച ചില നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു. അതിൽ
പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ നിങ്ങൾക്കറിയാം. ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു. ആ രണ്ട് പേര് നിങ്ങൾ പഠിക്കണം. റൗലറ്റ് നിയമത്തെ തുടർന്ന് അറസ്റ്റിലായ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലുവും. ഈ ഡോക്ടർ സത്യപാലിന്റെയും സൈഫുദ്ദീൻ കിച്ചലുവിന്റെയും അറസ്റ്റിനെ തുടർന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗിലാണ്. അമൃത്സറിലെ ജാലിയൻ വാലാബാഗ്. അവിടെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുക. ആ പൊതുയോഗം സംഘടിപ്പിച്ച ഡേറ്റ് പഠിക്കുക. 1919 ഏപ്രിൽ മാസം 13 എന്നാ ഹർത്താൽ ആഹ്വാനം ചെയ്ത് ആ ഡേറ്റ് കൊണ്ടുവന്നേ. ഹർത്താല് 1919 ഏപ്രിൽ മാസം 6-ാം തീയതി. ഇനി എന്നാണ് പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചത്? 1919 ഏപ്രിൽ 13. ഇനി പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് ഈ അമൃത്സറിന്റെ പ്രത്യേകത എന്താ? ഒറ്റ വാതിൽ മാത്രം, ഒരു വാതിൽ മാത്രം. സുവർണക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഒറ്റ വാതിൽ മാത്രമുള്ള എന്തോന്നാണ്? ഒരു മൈതാനമാണ് ഏതെന്ന് പറയുന്നത്? ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. മനസ്സിലായ? നേരെ ഇത്തരത്തിൽ സംഘടിച്ച ആളുകളെ നേരിടുന്നതിന് വേണ്ടി ഒരു സൈന്യം അവിടെ എത്തുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ജനറൽ റെജിനാൾഡ് ഡയർ. ഈ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പൊതുയോഗത്തിന് നേരെ വെടിയുയർത്തുകയും ഏകദേശം 379ഓളം ആളുകൾ, ഒട്ടനവധി പേർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 379 മാത്രമാണ് പറയുന്നത്. 300 SCRT കിടക്കുന്ന ആ ഒരു നമ്പർ നിങ്ങൾ അങ്ങ് പഠിച്ചോ. 379 പേർ കൊല്ലപ്പെടുന്നു. എത്ര പേർ കൊല്ലപ്പെടുന്നു? 379 പേർ കൊല്ലപ്പെടുന്നു. ക്ലിയർ ആണ്? അപ്പൊ ജാലിയൻ വാലാബാഗ് എന്ന് നടന്നു 1919 ഏപ്രിൽ 13. അല്ലെ? അവിടുത്തെ വെടിവയ്പ്പിന് നേതൃത്വം നൽകിയ പട്ടാള മേധാവി ആര്? ജനറൽ റെജിനാൾഡ് ഡയർ. ഓക്കെ, ജനറൽ റെജിനാൾഡ് ഡയർ. ഇനി മൈക്കിൾ ഒ ഡയർ എന്ന് പറഞ്ഞ ഒരാളെ പഠിക്കുമല്ലോ. അദ്ദേഹം ആരാ? ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുന്ന സമയത്ത് പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് മൈക്കിൾ ഒ ഡയർ. ഇത്രയും കാര്യം ഓക്കെയാണോ? ജാലിയൻ വാലാബാഗുള്ള കാര്യം ഓക്കെയാണോ? ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ട്, ഹണ്ടർ കമ്മീഷൻ. മനസ്സിലായോ? ഹണ്ടർ കമ്മീഷൻ ഓക്കെ ആണല്ലോ. ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഇത്, ഹണ്ടർ കമ്മീഷൻ. ഇത്രയും കാര്യം ഓക്കെയാണോടെ? ഇത്രയും ഓക്കെയാണോ? ദെൻ ഒറ്റ കാര്യമുള്ള പറഞ്ഞിട്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലും രൂപം കൊള്ളുന്നു. ലോകത്തെമ്പാടും ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും എന്താരംഭിക്കുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് 1919. 1919. മനസ്സിലായോ? ഇനി ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കാനുള്ള കാരണം പലതവണ നമ്മൾ ചർച്ച ചെയ്താണ്. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കാനുണ്ടായ കാരണം? തുർക്കി ഭരണാധികാരി അല്ലെങ്കിൽ ഓട്ടോമൻ ഭരണാധികാരിയായ ഖലീഫയുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അത് കിട്ടിയ കുഴപ്പമുണ്ടോ? ഇല്ല. അതായത് ഓട്ടോമൻ ഭരണാധികാരിയായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ വെട്ടിച്ചുരുക്കിയതിനെതിരെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം. ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഇനി അവിടെ SCRTയിൽ അവിടെ ഒരു ഉടമ്പടിയെ പറ്റി പറയുന്നു. ആ ഉടമ്പടിയുടെ പേരാണ് സെവ്രസ് ഉടമ്പടി. ഉടമ്പടിയുടെ പേരെന്താ? സെവ്രസ് ഉടമ്പടി. അപ്പൊ നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് സെവ്രസ് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സെവ്രസ് ഉടമ്പടി. ഓക്കെ, ഇനി സെവ്രസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആരൊക്കെയാണ്? തുർക്കിയുമായിട്ടാണ് ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഇനി ആരാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളായ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവർ തുർക്കിയുമായി ചേർന്ന് ഒപ്പിട്ട ഒരു ഉടമ്പടിയാണ് സെവ്രസ് ഉടമ്പടി. ഒരിക്കൽ കൂടി, ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളായ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവരുടെ നേതൃത്വത്തിൽ പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരാണ് സെവ്രസ് ഉടമ്പടി.
ഈ സെവ്രസ് ഉടമ്പടി പ്രകാരമാണ് ഈ പറഞ്ഞ ഖലീഫയുടെ അധികാരങ്ങൾ അവര് വെട്ടിച്ചുരുക്കുന്നത്. അപ്പം ലോകമെമ്പാടും ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 1919 ഇന്ത്യയിലും എന്താരംഭിക്കുകയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് അലി സഹോദരന്മാരാണ്. അലി സഹോദരന്മാർ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് എന്തിന് നേതൃത്വം നൽകിയത്? ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത്. ഇത്ര ഓക്കെയാണോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു എന്താണ് 1/3 ഭാഗമാണ് ഈ ചാപ്റ്ററിന്റെ ഒരു 1/3 ഭാഗമാണ് ആയത്. ഇതൊക്കെ നമുക്ക് പലതവണ കേട്ടിട്ടുള്ളതാണ്. ഒരു റിവിഷൻ മാത്രമാണ് നമ്മൾ കൊണ്ടുപോയത്. ആ ചാപ്റ്ററിലെ കണ്ടന്റുകൾ എടുത്ത് ഒരു റിവിഷൻ ആണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണം. പുതിയ ആളുകൾ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവർ വീണ്ടും എന്ത് ചെയ്യുക? ഈ ടോപ്പിക്ക് വായിക്കുക. ആ ചാപ്റ്ററിന്റെ PDF ഞാനിപ്പോൾ ഇട്ടുതരാം. അപ്പം ആ ചാപ്റ്ററിന്റെ PDF ഇട്ടുതരാം. നിങ്ങൾ അതൊന്ന് വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഓക്കെ.